സ്വാഗതം. ഇന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. പോട്ടി എന്ന് പറഞ്ഞില്ലേ, ഞങ്ങളൊക്കെ ഇവിടെ കൊണ്ടലെന്നാണ് പറയണത്, ഞങ്ങൾക്ക് പോട്ടി എന്ന് പറയണം. അപ്പോൾ ഒരു പോട്ടിക്കറി വെക്കാമെന്ന് വിചാരിച്ചു. ഇതൊരു 3 കിലോ പൊട്ടിയുണ്ട്. അത് ക്ലീൻ ചെയ്ത് അരിഞ്ഞ് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില, ഉപ്പിട്ട് വേവിക്കാൻ വെച്ചേക്കുക. അതിനനുസരിച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട്. ഒരു 2-2.5 തേങ്ങ മതി. 2 തേങ്ങ ഒരു പകുതി മുറിയും കൂടി മതി. അതിനകത്തേക്ക് വെളുത്തുള്ളി, വേപ്പില, കുരുമുളക് ഇതിട്ടിട്ടുണ്ട്. ഇത് നല്ലോണം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോഴത്തേനും അതിൻ്റെ മസാലയൊക്കെ ചേർക്കാം. ആ ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് കാണാം കേട്ടോ. കുടല് വെന്തിട്ടുണ്ട്. ഒരു മണിക്കൂറോളം ഇരുന്നിട്ടാ വേവിക്കാൻ വേണ്ടി. ഞങ്ങൾ വിസിൽ വന്നു കഴിഞ്ഞതിന് ശേഷം സിമ്മിലിട്ടിട്ടാ 1 മണിക്കൂർ വെക്കണം. ഇതിപ്പോൾ പീര ആയിട്ടുണ്ട്, ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതൊരു 6 സ്പൂൺ മുളക് പൊടി ഉണ്ട്. കാശ്മീരി ചില്ലിയാണ്, അതുകൊണ്ട് കഴിക്കണ്ട. ഇത് മല്ലിപ്പൊടി ഒരു 3-4 സ്പൂൺ ഉണ്ട്, ചെറിയ സ്പൂൺ മതി. പിന്നെ 2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം അതിൻ്റെ പച്ചമണം മാറണം. കുരുമുളക് പൊടി ചേർക്കണം, പക്ഷെ ഞാൻ കുരുമുളക് മുഴുവത്തോടെ ഇട്ടുകൊണ്ടിട്ട് കുരുമുളക് പൊടി ചേർക്കണ്ട. ചിലവരുണ്ട് മസാലകൾ ഈ വറക്കുമ്പോൾ ചേർക്കും. ഇതില്ലേ ഏലക്ക, പട്ട, ഗ്രാമ്പൂ അങ്ങനെയുള്ള മസാലകൾ. ഞാൻ ഓൾറെഡി പൊടി ഗരം മസാല പൊടി ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടിട്ട് അതാണ് കേട്ടോ ഇട്ടത്. ഇതായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ചൂടൊന്ന് മാറി കഴിയുമ്പോൾ മിക്സി ജാറിലിട്ട് നല്ലോണം അരച്ചെടുത്ത് കുടലും അരപ്പും കൂടി ചേർത്ത് താളിച്ചിട്ട് നമുക്കാണ്. മസാല അരച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ മസാല പീര വറുത്തില്ലേ, ആ ചട്ടിയിലോട്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉണക്കമുളകും സവാളയും വേപ്പിലയും കൂടി ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ ഈ അരച്ചു വെച്ച മസാലയില്ലേ അതിനകത്ത് ഇട്ട് കൊടുക്കാം. നന്നായി കളക്കി കൊടുക്കും. ഓപ്ഷനിലാണ്, ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധവുമില്ല. ഞങ്ങൾ അങ്ങനെ ചെയ്ത് ശീലിച്ചതുകൊണ്ട് അങ്ങനെ ചെയ്തതേ ഉള്ളൂ. അല്ലെങ്കിൽ മസാല കൂട്ട് അരച്ചു കഴിഞ്ഞ് മസാല കൂടെ കൂട്ടിയിട്ട് കുടലിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് സവാളയും ഇതെല്ലാം കൂടി താളിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഈ കുക്കറിനകത്ത് ഇച്ചിരി ചേനയാണ് ഈ കുടലിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടിയാണ്. ചിലവർ ചിലപ്പോൾ ഇടും, ചിലവർ ഇടാറില്ല, ചിലവർ പച്ചക്ക് ഇടാറുണ്ട്. നമുക്ക് എന്താ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ഇടാം. ചേനയാണ് ഇച്ചിരി കൂടി നല്ലത്. ചേന ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ, അതും കൂടി നമുക്ക് ചേർത്ത് നോക്കാം കേട്ടോ. നല്ലോണം തിളച്ച് എണ്ണ തെളിയുമ്പോഴത്തേനും ഓഫ് ചെയ്യാവേ. ഞാനിത് കണ്ടോ, നമ്മളെപ്പോഴും ഒന്നും തേങ്ങ വറുത്തരക്കൽ കുറവല്ലേ എല്ലാ വീടുകളിലും. അപ്പോൾ കുറച്ച് തേങ്ങ അധികം എടുത്ത് വറുത്തിട്ടുണ്ടായിരുന്നു വറുത്തരപ്പിൻ്റെ. നമുക്ക് കടലക്കറിയാ സാമ്പാർക്ക് വെക്കുമ്പോൾ ഇച്ചിരി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഹൗസ് വൈഫേഴ്സിനൊക്കെ ഒരു ചെറിയൊരു ടിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് കടലക്കറിയൊക്കെ വെക്കുമ്പോൾ ഒരു പ്രത്യേക രസമായിരിക്കും. ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം. അപ്പോൾ നമ്മുടെ പോട്ടിക്കറി റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇച്ചിരി ഒരു 5-10 മിനിറ്റ് കൂടി ഇരിക്കുമ്പോഴത്തേനും ശരിയാവും. ഇത് ഞാൻ പോട്ടി ഞങ്ങളങ്ങനെ മേടിക്കാറില്ല. അപ്പോൾ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു പോട്ടിയുടെ റെസിപ്പി ഒന്ന് ഇടുമെന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ടൊക്കെ ഇട്ടതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു. അതിനകത്തേക്ക് അപ്പൊ നമ്മുടെ കുടലുകൾ ഇവിടെ കോട്ടിക്കറി